മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനയിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകും. ഈ പോകുന്ന വഴിയിൽ ഒരാട്ടിടയൻ, ആടിനെ മേയ്ക്കുന്ന ഒരാൾ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുക, യാ സാരിക്കു യാ സാരിക്കു യാ സാരിക്കു. മൂസാ നബി അലൈഹിസ്സലാം ഇത് കേട്ടു, മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മൂസാ നബി ആലോചിച്ചു, പടച്ചോനെ ഇത് ഈ കള്ളനല്ല അള്ളാനെ കള്ളൻ എന്നാണല്ലോ വിളിക്കുന്നത്, ഇത് ശരിയല്ല. അങ്ങനെ മൂപ്പൻ എന്ത് ചെയ്തു, തിരിച്ചു വന്നു, ഈ പറയുന്ന വാക്ക് തെറ്റാണ്, യാ സാദിക്കെന്ന് പറ, യാ സാദിക്ക് അള്ളാഹുത്തല സത്യസന്ധനും യാഥാർത്ഥ്യമായി ഉള്ളവനുമാണല്ലോ, കള്ളനല്ലല്ലോ. ഈ അർത്ഥം വരുന്ന യാ സാദിക്കെന്നല്ല തിരുത്തി കൊടുത്തിട്ട് മൂപ്പര് തൂർ സീനയിലേക്ക് തൗറാത്ത് വന്നു. അപ്പോൾ തൗറാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുത്താല മൂസാ നബിയോട് പറഞ്ഞു, നിഷ്കളങ്കമായ ഹൃദയത്തോടും മനസ്സോടും കൂടി എന്നെ ദിക്ർ ചെയ്യുന്നൊരു മനുഷ്യനെ ഉണ്ടായിരുന്നു, ഒരാട്ടിടയൻ. നീ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ ഇടങ്ങലാക്കി. ഇപ്പോൾ അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനാണ്. യാ സാരിക്കെന്ന് പറഞ്ഞതാണോ തിരുത്തിയത്, യാ സാദിക്കെന്ന് പറഞ്ഞതാണോ തിരുത്തിയതെന്ന് അറിയാൻ മേലാതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടില്ല. തിരിച്ചു പോകുമ്പോൾ പറയണം, എന്താണോ ചൊല്ലിക്കൊണ്ടിരുന്നത് അത് തന്നെ തോന്നുന്നത് ചൊല്ലാൻ പറഞ്ഞിട്ട് പോകണമെന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി. ഇത് പറയാനുള്ളൊരു കാരണം, മനുഷ്യൻ്റെ മനസ്സിലുള്ള ഇഖ്ലാസും അവൻ്റെ വിശ്വാസവുമാണ് അല്ലാഹു തആല അളക്കുന്നത്. അല്ലാഹ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, ബാഹ്യമായ പ്രകടനമൊന്നുമല്ല. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഉദാഹരണം. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങൾ ഒരു ദിവസം ഹജ്ജിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ. അതുകൊണ്ട് അദ്ദേഹം അതുപോലെ 2-3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കാരണമാകുന്നത്. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആൾക്കാരുണ്ട്, വലിയ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുപോകും. പടച്ചവനെ ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് ഇത്രയും രൂപ മുടക്കി ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് കാര്യം വെറുതെ അള്ളാന്ന് പറഞ്ഞാൽ പോരെ. മഹാൻ പറഞ്ഞില്ലേ, അള്ളാന്നും ബില്ലാന്നും ചൊല്ലിക്കോ നാവേ, അള്ളാഹിൻ്റെ നാമം മറക്കല്ലേ കൽബേ. അള്ളാഹ് എന്നൊരു ചിന്ത മാത്രം മതിയല്ലോ. എല്ലാം വിട്ട് കളഞ്ഞാലും അള്ളാഹ് മാത്രം ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യൻ എന്തോരം ഉയരും. അപ്പം അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. നമുക്കറിയാവുന്നത് ഇഖ്ലാസോടുകൂടി ചെയ്യുക. അല്ലാഹു തആല അത് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് യാതൊരു സംശയവും. ഇതായിരിക്കണം നമ്മുടെ അമലിൻ്റെ ഒരു ഉദ്ദേശം.